തൻ താപസ കന്യകയേ, കുടുംബത്തിൻ പ്രേഷിതയേ, ദൈവസ്നേഹത്തിൻ മാതൃകയേ, അമ്മേ മറിയം ത്രേസ്യായേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആദരവോടെ സ്നേഹത്തോടെ നമുക്ക് കാത്തു സൂക്ഷിക്കാം, പരിപാലിക്കാം. ഒപ്പം തന്നെ മറ്റൊരു സവിശേഷത കൂടി ഈ ദിനത്തിലുണ്ട്. ഹോളി ഫാമിലി സന്യാസിനി സമൂഹ സ്ഥാപകയും കുടുംബങ്ങളുടെ മധ്യസ്ഥയുമായ വിശുദ്ധ മറിയം ത്രേസ്യയുടെ തിരുനാൾ കൂടി ഈ ദിനം നാം ആഘോഷിക്കുകയാണ്. ഈ പ്രഭാതവേളയിൽ വിശുദ്ധ മറിയം ത്രേസ്യയോട് ചേർന്ന് ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ആരോഗ്യമില്ലാത്തവരെ സഹായിച്ചാൽ ദൈവം തരുന്ന കൂലി എത്രമാത്രമാണെന്ന് പറയാൻ വയ്യ. കാർമിക പാളികളിൽ തെളിയുന്ന ഒരു വലിയ നക്ഷത്രം പോലെ തകർന്ന കുടുംബങ്ങളിലേക്ക് ആശ്വാസത്തിന്റെ കൈത്തിരിയുമായി ഇറങ്ങാൻ ത്രേസ്യ ജനിച്ചു. താരാട്ടുപാട്ടിലെ ഈണത്തോടൊപ്പം ദൈവസ്നേഹത്തിന്റെ അമർത് ചാലിച്ചു കൊടുത്ത നമുക്ക് വേണ്ടി ഈശോ ഒരുപാട് സഹിച്ചിട്ടുണ്ട്. ആ പീഡകൾ നീ ഓർക്കണം. അമ്മയുടെ ഈ വാക്കുകൾ ക്രൂശിതനോടുള്ള ഗാഢ ബന്ധത്തിൽ വളരാൻ കുഞ്ഞു ത്രേസ്യയെ പ്രേരിപ്പിച്ചു. ദൈവത്തെ സ്നേഹിക്കണമെന്ന തീവ്രദാഹത്താൽ എൻ്റെ ആത്മാവ് ക്ലേശിച്ചിരുന്നു. ദൈവത്തെ സ്നേഹിക്കുന്ന അതേ തീവ്രതയിൽ മനുഷ്യരെ സ്നേഹിക്കാൻ പരിശ്രമിച്ചവളാണ് വിശുദ്ധ മറിയം ത്രേസ്യ. സ്ത്രീകൾ പുറത്തിറങ്ങാത്ത ഒരു കാലഘട്ടത്തിൽ ധീരതയോടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പാപികളെ നേരായ മാർഗത്തിലേക്ക് തിരിച്ചും രോഗികളെ പരിചരിച്ചും മരണാസന്നരെ നന്മണ്ണത്തിലൊരുക്കുകയും അനാഥർക്ക് സംരക്ഷണം നൽകുകയും അജ്ഞർക്ക് വിജ്ഞാനം പകർന്നും
ഈ നല്ല ദിനത്തിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മളൊക്കെ എല്ലാ ദിവസവും വിശുദ്ധ മറിയം ത്രേസ്യായുടെ നൊവേന പ്രാർത്ഥന ചൊല്ലി നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹം വർഷിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചവരാണ്. ഈ അവസരത്തിൽ ഏതാനും നാൾ മുമ്പ് വായിച്ച ഒരു കഥ ഞാൻ ഓർത്തു പോവുകയാണ്. കുഞ്ഞുങ്ങളായി നിങ്ങൾക്ക് എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടപ്പെടാനും എന്നെനിക്കറിയാം. അതിനുശേഷം കുറച്ച് കാര്യങ്ങളും പറയും. ആ കാര്യങ്ങളൊക്കെ നല്ല ശ്രദ്ധയോടെ കേട്ടിരിക്കണം. ഒരു ക്വിസ് ക്വസ്റ്റ്യൻ, ഏതാനും ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ ആൻസർ പറയുന്നവർക്ക് സമ്മാനവും ഉണ്ടായിരിക്കും. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധയോടെ കേട്ടിരിക്കുക. ഒരു ചെറിയ ഗ്രാമം, നിശബ്ദമായ ഒരു വീട്. ആ വീട്ടിൽ അമ്മയും 4 കുഞ്ഞുങ്ങളും. അവരുടെ കണ്ണുകളിൽ വിശപ്പും ഹൃദയത്തിൽ വേദനയും. ചെറിയ കുഞ്ഞ് ചോദിക്കുന്നു, അമ്മേ, ഇന്നും ഭക്ഷണം നമുക്കില്ലേ? അപ്പോഴാണ് വാതിലിൽ ആരോ മുട്ടുന്ന ഒരു സ്വരം അവർ കേട്ടത്. വാതിൽ തുറന്നപ്പോൾ സ്നേഹപൂർണമായ ഒരു മുഖം, കയ്യിൽ ചെറിയൊരു ഭക്ഷണപ്പൊതി. ആ കുഞ്ഞുങ്ങൾക്ക് ഏറെ സന്തോഷമായി. അവർക്ക് ഭക്ഷണം നൽകി. അവരോടൊപ്പം ആ വ്യക്തി പ്രാർത്ഥിച്ചു, ഉല്ലസിച്ചു, സന്തോഷിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ പല വീടുകളും സന്ദർശിച്ച് ആശ്വാസത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, കരുണയുടെ, സാഹോദര്യത്തിൻ്റെ മുഖം കാണിച്ചു കൊടുത്ത വ്യക്തിയാണ് വിശുദ്ധ മറിയം ത്രേസ്യ. അമ്മയുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ വന്നപ്പോൾ അവൾ പേടിച്ചോടിയില്ല. പ്രശ്നങ്ങൾ വന്നപ്പോൾ അവൾ പിന്നോട്ട് പോയില്ല. മറിച്ച് അവൾ പറഞ്ഞു, ദൈവമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. അവളുടെ ജീവിതം നമ്മോട് പറയുന്നത് ഈ ഒരൊറ്റ കാര്യമാണ്: സ്നേഹത്തോടെ സേവിക്കുക, പ്രാർത്ഥിച്ച് ശക്തരാവുക, ദൈവത്തിൽ ശരണപ്പെടുക. ഒരുപക്ഷെ വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു എന്ന് വരികയില്ല. ചെറിയ ഒരു പുഞ്ചിരി, ഒരു നല്ല വാക്ക്, ഒരു ചെറിയ സഹായം, അതെല്ലാം ഒരാളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സഹായകമായിരിക്കും. വിശുദ്ധ മറിയം ത്രേസ്യ പറയുന്നു, ആരോരുമില്ലാത്തവരെ സഹായിച്ചാൽ ദൈവം തരുന്ന കൂലി എത്രമാത്രമെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. അമ്മയുടെ മാധ്യസ്ഥ യാചിക്കുന്നവരെ ഒരു നാളും അമ്മ കൈവടിയുകയില്ല. നമുക്ക് അമ്മയോട് പ്രാർത്ഥിച്ച് ശക്തരാകാം. കുഞ്ഞുങ്ങളെ മാതൃതുല്യം സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അവർ. കുട്ടികളായ നിങ്ങൾ നിങ്ങളുടെ വേദനകളും നൊമ്പരങ്ങളും ഹൃദയവേദനകളും സങ്കടങ്ങളും ഒക്കെ അമ്മയ്ക്കരികെ അർപ്പണം ചെയ്ത് കൂടുതൽ അനുഗ്രഹം യാചിച്ചെടുക്കാം. വിശുദ്ധ മറിയം ത്രേസ്യ കുടുംബങ്ങളുടെ മധ്യസ്ഥയാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങളെ അമ്മയുടെ സവിധെ സമർപ്പിച്ച് നമുക്ക് അനുഗ്രഹം യാചിക്കാം. ഈ അധ്യയന വർഷത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു വർഷം, വിശുദ്ധ മറിയം ത്രേസ്യയെ സംബന്ധിച്ച് വലിയൊരു ദിവസമാണ്. വിശുദ്ധ മറിയം ത്രേസ്യയുടെ 150-ാം ജന്മദിനവും സ്വർഗപ്രവേശനത്തിന്റെ ശതാബ്ദിയും ആഘോഷിക്കുന്ന ദിവസമാണ്. എന്താണ് പ്രത്യേകത? വിശുദ്ധ മറിയം ത്രേസ്യയുടെ 150-ാം ജന്മദിനവും സ്വർഗപ്രവേശനത്തിന്റെ 100-ാം വർഷം, അതായത് ശതാബ്ദിയും ആഘോഷിക്കുകയാണ് നാമിപ്പോൾ. വിശുദ്ധ മറിയം ത്രേസ്യ ജനിച്ചത് 1876 ഏപ്രിൽ 26-ാം തീയതി. എന്നാണ് 1876 ഏപ്രിൽ 26-ന്. മാതാപിതാക്കൾ തോമൻ താണ്ട. ഭവനം തൃശ്ശൂരുള്ള പുത്തഞ്ചിറ എന്ന ഗ്രാമത്തിൽ തൃതീയ സന്താനം, അതായത് 3ാമത്തെ കുഞ്ഞായി മറിയം ത്രേസ്യ ജനിച്ചു. മരണമടഞ്ഞത് 1926 ജൂൺ 8-ാം തീയതി. വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചത് ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ 2000 ഏപ്രിൽ 9-ാം തീയതി.
വിശുദ്ധിയായി പ്രഖ്യാപിച്ചത് 2019 ഒക്ടോബർ 13 വിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ. വിശുദ്ധ മറിയ ത്രേസ്യയുടെ തിരുനാൾ ദിനമായി ആചരിക്കുന്നത് എല്ലാ വർഷവും ജൂൺ 8 തിരുക്കുടുംബ സന്യാസിനി സമൂഹം സ്ഥാപിച്ചത് അല്ലെങ്കിൽ ഹോളി ഫാമിലി കോൺഗ്രിഗേഷൻ ഉദയം ചെയ്തത് 1914 മെയ് 14. വിശുദ്ധ മറിയ ത്രേസ്യ അറിയപ്പെടുന്നത് കേരളത്തിലെ ആദ്യത്തെ പഞ്ചക്ഷതധാരി. കുടുംബത്തിൻ്റെ പരിശുദ്ധിയെ പ്രചരിപ്പിച്ച വിശുദ്ധ, സഹനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഉത്തമ മാതൃക, ഗാർഹിക സഭയുടെ പ്രവാചിക. പ്രത്യേകമായി 4 ഗുണഗണങ്ങളാണ് സിസ്റ്ററേറ്റ് പറഞ്ഞത്. കേരളത്തിലെ പഞ്ചക്ഷതധാരി, ഗാർഹിക സഭയുടെ പ്രവാചിക, കുടുംബത്തിൻ്റെ പരിശുദ്ധിയെ പ്രചരിപ്പിച്ച വിശുദ്ധ, സഹനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഉത്തമ മാതൃക. ഈ അമ്മയുടെ ജീവിത സുഹൃത്തങ്ങൾ നമുക്കും സ്വന്തമാക്കി ജീവിക്കാനായിട്ട് പരിശ്രമിക്കാം. അപ്പോൾ സിസ്റ്റർ ചോദിക്കാൻ പോവുകയാണ്. അറിയുന്ന ഫസ്റ്റ് കൈകൊക്കുന്ന കുട്ടിക്കാണ് ചാൻസ്.